സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങു പൂർത്തിയാക്കുമ്പോൾ സ്നേഹം സഹനമാണെന്നു ഞാൻ അറിയുന്നു. സ്നേഹം മരണമാണെന്നു ഞാൻ കാണുന്നു. സ്നേഹം ബലിയായി തീരുന്നു, ചങ്കും ചോരയുമേകുന്നു. സ്നേഹം കുരിശിൽ പൂർണ്ണമാകുന്നു. സ്നേഹം കുർബാനയായി തീരുന്നു. ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോവങ്ങേ ഞാൻ ഇന്നാരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്ന സത്യദൈവത്തിന്റെ പുത്രനായ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. സ്വർഗത്തിലെ സകല മാലാഖമാരോടും കൂടെ ഞങ്ങൾ അങ്ങയെ സ്തുതിച്ചുകൊണ്ട് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. ഈശോയെ, ദിവ്യകാരുണ്യനാഥ, ഞങ്ങൾ അങ്ങയുടെ മുൻപിലാണ്, അങ്ങയുടെ സാമീപ്യത്തിലാണ്. ഈശോയെ, അങ്ങ് ഞങ്ങളിലേക്ക് കടന്നു വരണമേ. ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ. സൗഖ്യമായി അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. സുഖപ്പെടുത്തുന്ന അങ്ങയുടെ കരുണ അനുഭവിച്ചറിയുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം ഈശോയെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥന് മുൻപിലായിരുന്നു കൊണ്ട് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് നമുക്ക് ഈശോയെ സ്തുതിക്കാം. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും സ്വരമുയർത്തി മനമുയർത്തി ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ട് ദൈവം നന്ദി പറയും. കഴിഞ്ഞ 24 മണിക്കൂർ ദൈവം എന്റെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. ഓരോ നിമിഷവും എന്നെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ അനന്തമായ കൃപയോർത്ത് സ്നേഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഈശോയെ സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോയെ, അങ്ങയുടെ കരുണയില് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട്, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട്, അങ്ങ് ഞങ്ങളെ സൗഖ്യപ്പെടുത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ പക്കലേക്കാണ് അയക്കുകയാണ്. ഈശോയെ, കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ, അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കും. ഈ ലോകം മുഴുവനോടും അങ്ങ് കരുണ കാണിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോയെ, നീ സുഖപ്പെടുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് തളർവാദ രോഗിയുടെ അടുത്തേക്ക് അങ്ങ് കടന്നു വരുന്നുണ്ട്. ഈശോയെ, അതുപോലെ ഈ ലോകം മുഴുവന്റെ മേലും കരുണയായിക്കൊണ്ട് സൗഖ്യപ്പെടുത്തിക്കൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് അങ്ങ് കടന്നു വരണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നിയോഗങ്ങളും പ്രാർത്ഥനകളും
ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കരുണയുടെ ജപമാലയിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പങ്കുകൊള്ളാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞോറയമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയെ, പ്രത്യേകമായി രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, കൊറോണ എന്ന രോഗം മൂലം അസ്വസ്ഥകൾ അനുഭവിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, അവരെല്ലാവരെയും അങ്ങ് തൊട്ട് സുഖപ്പെടുത്തണമേ. ഈശോയെ, അങ്ങയുടെ കരുണയാൽ അവരെ സംരക്ഷിക്കണമേ. അവരെ പരിപാലിപ്പിക്കുന്ന എല്ലാ വ്യക്തികളെയും പരിചരിക്കുന്ന എല്ലാ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരെയും അങ്ങയുടെ കരുണയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ബിനിറ്റ്, ഹിത, അനീന, എമിൻ, ജോസ്മി, ജോയൽ, അലക്സ്, ജോർജ്, ജൂബി, ജോളി, ഷോൺ ഡേവിസ്, ജെയ്സൺ സാമുവൽ, അന്ന ജിസ്മി, സനീഷ്, ജോസ്, ലോറൻസ്, സേറ, ഷിബു, സ്മിത, ടിവിൻ, രേഷ്മ, ദാവിദ്, പ്രദീപ്, പ്രവീൺ, ഹിൽക്കിയ, രാജു, റിഹാബ്, ബെഞ്ചമിൻ, മൈക്കിൾ, വത്സമ, സിബി, ലെനി, കണ്ണൻ, ലിജ, ബീന, സെലിൻ, നീനു, സണ്ണി, ജോർജ്, ആൽബിൻ, റോസ്മോൾ എന്നിവരെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും
ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയെ, പ്രത്യേകമായി പരീക്ഷകൾ എഴുതുവാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, പഠിക്കുവാനുള്ള എല്ലാ കൃപകളും നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. അങ്ങേ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാൽ അവരെ നിറയ്ക്കണമേ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കണമേ. പഠിക്കുവാനായിട്ട് അവരിയ്ക്കുന്ന നിമിഷങ്ങളിൽ അവരെ പഠിക്കുവാനായിട്ട് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാൽ നിറച്ച് അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ജോസഫ്, ഏഞ്ചൽ, എഗ്ലിൻ, ജിതിൻ, നിതിൻ പൗലോസ്, അശ്വിൻ സെബി, ഇഗ്നേഷ്യസ് തോമസ്, ആന്റണി തോമസ്, ജോസഫ്, ശാന്തകുമാരി, അനിത, ആന്റണി, ടിൻഡോ, ത്രേസ്യാമ, സോണിയ, പോൾ, മരിയ ബിജോയ്, ജോസഫ്, ഗ്രേസി ജോസഫ്, ബീന, അനീറ്റ മരിയ, ജോസഫ്, ജോയിയും കുടുംബാംഗങ്ങളും, സിജോ, സിസിലി, മേരി ലാസർ, സൗമിനി, ലിസി, റാണി, പോളി എന്നിവരെയും അവരുടെ നിയോഗങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയെ, പ്രത്യേകമായി ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ മാതാപിതാക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, കുടുംബത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന അവരുടെ ജീവിതങ്ങളെ അങ്ങ് കാത്തു പരിപാലിക്കണമേ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അവരെ കാത്തു സംരക്ഷിക്കണമേ. നല്ല ആരോഗ്യം നൽകി ഞങ്ങളുടെ മാതാപിതാക്കളെ കാത്തു പരിപാലിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഫാദർ സിനോ, ജോയ്, ഷീല, ബിനി, ആൻവിസ് മരിയ, ദേവസി, ശോഭ, അഞ്ജു, ലിസ, റീന ജോളി, ഹെനോക്, ബിജു, ഫിലോ, ത്രേസ്യ, ആൽഫി, പോൾസൺ, ആൽഫ്രഡ്, ടിറ്റി, ആശ, ഷേർലി, റീബ, വിർജിത, ഡെൽസിലിൻ, ജോബി, ആൻമരിയ, ഷിനി, തോമസ്, ലീലാമ, ടിൽജോ, എലിസബത്ത്, ടിറ്റോ, ടിൽസൺ, റെയ്ന, ഡീന, ബെറ്റ്സി, ദിവ്യ, എദാലിയ എന്നിവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും
ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാവപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയെ, പ്രത്യേകമായി തൊഴിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വിവിധ രാജ്യങ്ങളിലേക്കും വിവിധ സ്ഥലങ്ങളിലേക്കും ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയിൽ ജീവിക്കുവാനുള്ള ഒരു ആഗ്രഹത്തെ അങ്ങ് കണക്കിലെടുക്കണമേ. നല്ല ജോലിയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് അവരെ സഹായിക്കണമേ. യുവതി യുവാക്കളായിട്ടുള്ള എല്ലാ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, നല്ല ജോലി ലഭിക്കുവാനായിട്ട് അവരെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഹെലൻ തോമസ്, മെർലിൻ, ജസ്റ്റീന, മേവർ ബെനഡിക്റ്റ്, അലീന, അജോയ്, വിൽസൺ തോമസ്, ജോസഫ്, ഹെറിൻറ്റീന, ജോജോ, നവിയ, റോക്കി, അലിഷ, എൽസി, ലിസി, അബിഗേൽ, സാന്ദ്ര, ലില്ലി, ലാലി, അപ്പു, ജോഷി, ക്രിസ്റ്റീന, ലീന, ഷോൺ ജോസഫ്, ലാൽ, ജോർജ് ജെയിൽ, മേരി, സേവ്യ, സാജൻ, ജോസ്, ആൻഡ്രിയ ബിജോയ്, ട്രെസ, ജേക്കബ്, ടോബി, ഏഞ്ചൽ മരിയ, ഫ്ലോറി, സരിത, അനിൽ, കവിത, ത്രേസ്യാമ, ഫിലോമിന, വർഗീസ് എന്നിവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാവപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയെ, പ്രത്യേകമായി പലതരത്തിലുള്ള കഷ്ടതകൾ അനുഭവിക്കുന്ന എല്ലാ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യുദ്ധം മൂലം, വേദനകൾ മൂലം സ്വന്തം പാർപ്പിടം നഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, അഭയാർത്ഥികളായി പല ദേശങ്ങളിലേക്ക് പലായനം ചെയ്യുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു.
യുദ്ധത്തിൻ്റെതായിട്ടുള്ള കെടുതികൾ അനുഭവിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സ്വന്തം സ്ഥലത്ത് നിന്ന് ഇറക്കി വിടപ്പെടുന്ന എല്ലാ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സ്ഥലം നഷ്ടപ്പെടുന്ന വ്യക്തികള്, ഭവനം നഷ്ടപ്പെടുന്ന വ്യക്തികള്, അവരുടെ വേദനകൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവർക്ക് പ്രതീക്ഷയായി അങ്ങ് കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ചെൽസി, അനിയ, അനൻ, റോഷിൻ, മധു, വർഗീസ്, മിന്നു ഡേവിഡ്, സാലി ജോസഫ്, മേഴ്സി, ജെയിംസ്, ജിൽസ്, ജെൽസ്, ടിജോ, ടീന, അമ്മു, റീന, ജെയിംസ്, ജാസ്മിൻ, ഗ്ലാനിയ, ബിജോയ്, ദിവ്യ റോസ്, സെബാസ്റ്റ്യൻ, വർഗീസ്, ടോണി, രശ്മി, സെബി, ഇസ അൽഫോൻസ്, അമാൻ ആന്റണി, മാത്യു, ജോഷി, ഷൈനി, ടോംസി, ആൽബീനോ, ജിഷ എന്നിവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ
അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. അപ്പത്തിന്റെ രൂപത്തിൽ തിരുവോസ്തിയിൽ മറഞ്ഞിരിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ സ്മരിച്ചുകൊണ്ട് സകല സ്വർഗീയ വിശുദ്ധരോടും കൂടെ ഞങ്ങൾ അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഉദ്ഘോഷിക്കുന്നു. നമുക്കെല്ലാവർക്കും ഈശോയെ സ്തുതിച്ച് ആരാധിക്കാം. ഈശോയെ, അങ്ങ് സ്വർഗത്തിന്റെ രാജാവാണ്, ഞങ്ങളുടെ ജീവന്റെ രാജാവാണ്, ഞങ്ങളുടെ ജീവന്റെ ദൈവമാണ്. ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുകയാണ്. നമുക്ക് എല്ലാവർക്കും സ്വരമുയർത്തി മനമുയർത്തി ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഈശോയെ സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. നമുക്ക് എല്ലാവർക്കും ഈശോയെ സ്തുതിക്കാം. ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ഗാനത്തോടൊപ്പം നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാവിധ നന്ദിയും ഈശോയ്ക്ക് സമർപ്പിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത. രാത്രിയിലുള്ള നിന്റെ കരുതലിനും
രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത. ഈശോയെ, അങ്ങയുടെ ദാനമാണെല്ലാം. ഈ ദിവസവും ഈ മണിക്കൂറും അങ്ങയുടെ ദാനമാണ്. ഈശോയെ, എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത്? അങ്ങ് എന്നെ കാത്തു പരിപാലിക്കുന്നത് അങ്ങയുടെ സ്നേഹം കൊണ്ടാണ്, അങ്ങയുടെ സംരക്ഷണം കൊണ്ടാണ്. നമുക്ക് എല്ലാവർക്കും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഗാനത്തിന്റെ ഈരടികൾക്കൊപ്പം നമുക്ക് ഈശോയെ സ്തുതിക്കാം. ഈശോയുടെ ദാനമാണെല്ലാം. ഈശോയെ, ദാനങ്ങൾക്കെല്ലാം ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞാനവന്റെ മുൻപിൽ താണിരുന്നപ്പോ, എന്നെ പൂർണ്ണമായി ഞാൻ സമർപ്പിച്ചപ്പോ, ഞാനവന്റെ മുൻപിൽ താണിരുന്നപ്പോ, എന്നെ പൂർണ്ണമായി ഞാൻ സമർപ്പിച്ചപ്പോ, എന്നെ കരുതുന്നവൻ എന്നെ കാക്കുന്നു. എന്റെ യേശുവല്ലാതാരുമല്ലല്ലോ. എന്നെ കരുതുന്നവൻ എന്നെ കാക്കുന്നു. എന്റെ യേശുവല്ലാതാരുമല്ലല്ലോ. എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത. ഹല്ലേലു 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 ഹല്ലേലൂയാ. 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 സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവേ. ആരാധന ആരാധന ആരാധന. എല്ലാവർക്കും സ്വരമുയർത്തി ഈശോയെ സ്തുതിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങേക്ക് നന്ദി. അങ്ങാണ് എന്നെ കാത്തു പരിപാലിക്കുന്ന ദൈവം. അങ്ങയുടെ സ്നേഹത്തിൽ അങ്ങ് എന്നെ പരിപാലിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിൽ അങ്ങയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശു ആരാധന. യേശു അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് നമുക്ക് ഈശോയെ സ്തുതിക്കാം. യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത, യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത. ഈശോയെ, അങ്ങയുടെ ദാനമാണ് എൻ്റെ ജീവിതം. അങ്ങ് നൽകിയതാണ് എല്ലാം. എൻ്റെ ആരോഗ്യവും എൻ്റെ ശരീരവും എൻ്റെ സമ്പത്തും എല്ലാം അങ്ങയുടെ ദാനമാണ്. അങ്ങ് നൽകിയത് കൊണ്ടാണ് എനിക്കെല്ലാം ലഭിച്ചത്. ഈശോയെ, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുന്നു. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ ഞാൻ ഓർക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ചൊന്ന് ഓർക്കാം. ഈശോയെ, ഓരോ ദിവസവും പ്രഭാതം മുതൽ അങ്ങെന്നെ കാത്തു പരിപാലിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും, എൻ്റെ ജോലിയുടെ ഓരോ നിമിഷവും, എൻ്റെ പഠനത്തിൻ്റെ ഓരോ നിമിഷവും അങ്ങ് എന്നോടൊപ്പം സഞ്ചരിക്കുന്നു. ഈശോയെ, അങ്ങയുടെ കരുതലിലാണ് ഞാൻ മുന്നോട്ട് പോകുക. അങ്ങനോടൊപ്പം ഉള്ളത് കൊണ്ടാണ് പല അപകടങ്ങളിൽ നിന്നും ഞാൻ സംരക്ഷിക്കപ്പെട്ടത്. അങ്ങനെ സംരക്ഷിച്ചതുകൊണ്ടാണ് രോഗങ്ങളിൽ നിന്ന് ഞാൻ മുക്തി നേടിയത്, രോഗാവസ്ഥയിൽ ഞാൻ ചെന്നുപെടാതിരുന്നത്. ഈശോയെ, എല്ലാത്തിനും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, രാത്രിയിലും അങ്ങൻ്റെ കൂടെയുണ്ട്. ഞാൻ ഉറങ്ങുമ്പോഴും അങ്ങനെ കാത്തു പരിപാലിക്കുന്നു. അങ്ങയുടെ കാവൽ മാലാഖമാരെ അയച്ച് എന്നെ സംരക്ഷിക്കുന്നു. എനിക്ക് സുഖമായിട്ടുള്ള ഒരു നിദ്ര നൽകുന്നു. എൻ്റെ സ്വപ്നങ്ങളിലേക്ക് അങ്ങ് കടന്നു വരുന്നു. ഈശോയെ, അങ്ങയുടെ പരിപാലനയെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, എൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ടും ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അങ്ങയെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഈശോയെ, കടന്നു വരണമേ. ഈശോയെ, എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ. ഞാൻ അങ്ങേക്ക് നന്ദി പറഞ്ഞ് അങ്ങയെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. ഈശോയെ, ദിവ്യകാരുണ്യ അപ്പമായിട്ട് ഓരോ ദിവസവും അങ്ങനിലേക്ക് കടന്നു വരുന്നുണ്ട്. ആ ദിവ്യകാരുണ്യത്തിൽ
അങ്ങയെ ദർശിക്കുവാനായിട്ട് എന്നെ പഠിപ്പിക്കണമേ. ഈശോയെ, അങ്ങയെ സ്വീകരിക്കുന്ന നാവുകൊണ്ട് മറ്റുള്ളവരോട് നന്മ പറയുവാനായിട്ട്, നല്ലത് പറയുവാനായിട്ട് എന്നെ പഠിപ്പിക്കണമേ. ഈശോയെ, എൻ്റെ ഹൃദയത്തെ നിർമ്മലമാക്കുവാനായിട്ട് എന്നെ പഠിപ്പിക്കണമേ. ഈ നോമ്പ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയെ, മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് അങ്ങയെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് എന്നെ പഠിപ്പിക്കണമേ. ഈശോയെ, ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ ഞങ്ങളെടുത്ത എല്ലാ തീരുമാനങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മനസ്സിനെ ശുദ്ധിയാക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയെ, ഈ നോമ്പിൻ്റെ നിമിഷങ്ങളിലെല്ലാം അങ്ങയോട് ചേർന്ന് നിൽക്കുവാനായിട്ട്, അങ്ങേക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായി മാറുവാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമേ. ഈശോയെ, അങ്ങനിലേക്ക് കടന്നു വരികയാണെങ്കിൽ എൻ്റെ എല്ലാവിധ അശുദ്ധിയെയും അങ്ങ് എടുത്തു മാറ്റി എന്നെ വിശുദ്ധീകരിക്കും, എന്നെ ശുദ്ധീകരിക്കും, എന്നെ സൗഖ്യപ്പെടുത്തുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം ഈശോയുടെ ദിവ്യകാരുണ്യ നാഥനിലേക്ക് നോക്കാം. ഈശോയെ, അങ്ങയുടെ സാമീപ്യത്തിലാണ് ഞങ്ങൾ ആയിരിക്കുക. അങ്ങ് ഞങ്ങളെ കാത്തുപരിപാലിക്കുന്ന, സൗഖ്യപ്പെടുത്തുന്ന ദൈവമാണ്. ദിവ്യകാരുണ്യനാഥനായി ഈശോയെ, അങ്ങനിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ, സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി ഈശോയെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങയെ ഞങ്ങളുടെ ഹൃദയത്തിലേക്കും ഭവനത്തിലേക്കും ക്ഷണിക്കുകയും ചെയ്യുകയാണ്. ഈശോയെ, കടന്നു വരണമേ എന്ന് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ ക്ഷണിച്ച്, ഈശോയെ കടന്നു വരണമേ, എന്നെ സുഖപ്പെടുത്തണമേ, എന്നെ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ശരീരത്തെ മാത്രമല്ല എൻ്റെ ഹൃദയത്തെയും തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നിലേക്ക് കടന്നു വരണമേ, എൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ഈശോയെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. ഈശോയെ, കടന്നു വരണമേ, എന്നെ നിറയ്ക്കണമേ, അങ്ങയുടെ സാമീപ്യത്തിലായിരിക്കുവാനായിട്ട് എന്നെ സഹായിക്കണമേ. ഞാൻ അങ്ങയുടെ മുൻപിലാണെന്നുള്ള വലിയൊരു അവബോധമായിരിക്കുവാനായിട്ട് ഈശോയെ കടന്നു വരണമേ, എൻ്റെ ഹൃദയത്തിലേക്കും മനസ്സിലേക്കും കടന്നു വരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈശോയെ, ഓരോ ദിവസവും അങ്ങനെ കാത്തുപരിപാലിച്ചു, അങ്ങയുടെ ദിവ്യകാരുണ്യം കൊണ്ട് എന്നെ നിറച്ചു, എൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും സൗഖ്യപ്പെടുത്തി. ഈശോയെ, എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് എൻ്റെ ഹൃദയത്തിൻ്റെതായിട്ടുള്ള നിർമ്മലത വീണ്ടെടുക്കുവാനായിട്ട്, വിശുദ്ധിയിലേക്ക് കടന്നു വരുവാനായിട്ട്, അശുദ്ധിയിൽ നിന്ന് മാറി സഞ്ചരിക്കുവാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. നമുക്കൊരു നിമിഷം നമ്മുടെ കരങ്ങള് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഈശോയെ, എൻ്റെ പാപത്തിൻ്റെ വഴികളിൽ നിന്ന് മാറി നടക്കുവാനായിട്ട്, വിശുദ്ധിയുടെ വഴിയിലൂടെ ചരിക്കുവാനായിട്ട് ഈശോയെ എന്നെ സഹായിക്കണമേ. നോമ്പിൻ്റെയും പ്രാശ്ചിത്യത്തിൻ്റെയും ദിനങ്ങൾ യഥാർത്ഥത്തിലുള്ള ദൈവസ്നേഹത്താൽ നിറഞ്ഞു ചെയ്യുവാനായിട്ട്, മറ്റുള്ളവരെ കാണിക്കുവാനായിട്ടല്ല, മറിച്ച് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യുവാനായിട്ട് എന്നെ പഠിപ്പിക്കണമേ. ഈശോയെ, പലതരത്തിലുള്ള ത്യാഗപ്രവൃത്തികൾ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, പലതും ഞാൻ വേണ്ട എന്ന് വെച്ചിട്ടുണ്ട്. ഈശോയെ, എല്ലാം ഞാൻ അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ചെയ്തത്. ഈശോയെ, അങ്ങയോടുള്ള എൻ്റെ സ്നേഹം മനസ്സിലാക്കുവാൻ, ഈശോയെ അങ്ങയെ കൂടുതൽ സ്നേഹിക്കുവാൻ, അങ്ങനോട് കാണിക്കുന്ന സ്നേഹം മനസ്സിലാക്കി അങ്ങയെ പൂർണ്ണ ഹൃദയത്തോടു കൂടി സ്നേഹിക്കുവാൻ ഈശോയെ എന്നെ സഹായിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ ഹൃദയം പലപ്പോഴും അങ്ങിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. ഈശോയെ, ഈ നോമ്പിൻ്റെ ദിനങ്ങൾ അങ്ങയോട് ചേർന്നിരിക്കുന്ന ദിനങ്ങളായി തീരട്ടെ, അങ്ങയോടൊപ്പം സഞ്ചരിക്കുന്ന ദിനങ്ങളായി തീരട്ടെ. അങ്ങ് ഞങ്ങളോടൊപ്പം സഞ്ചരിച്ചപ്പോഴും ഞങ്ങൾ പലപ്പോഴും അങ്ങിൽ നിന്നും അകന്ന് നടന്നു നീങ്ങിയിട്ടുണ്ട്. അതിനെ ഓർത്ത് മനസ്തുപിക്കുന്നു. ഈശോയെ, നല്ല കുമ്പസാരത്തിലൂടെ അങ്ങിലേക്ക് കടന്നു വരുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈശോയെ, എൻ്റെ പാപമാലിന്യങ്ങളെല്ലാം കഴുകി വിശുദ്ധീകരിക്കുവാനായിട്ട് അങ്ങേക്ക് സാധിക്കും. ഈശോയെ, എന്നെ കഴുകി സുഖപ്പെടുത്തണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം ഒരിക്കൽ കൂടി
ഈശോയുടെ ആത്മാർത്ഥമായിട്ട് മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, എന്നോട് കരുണ കാണിക്കണമേ, എന്നെ സുഖപ്പെടുത്തണമേ, അങ്ങനെ കാണണമേ, എന്റെ ജീവിതാവസ്ഥയെ കാണണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈശോയെ, എന്നെ വിശുദ്ധീകരിക്കണമേ, എന്റെ പാപങ്ങളെല്ലാം പൊറുക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരുണ കാണിക്കണമേ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈശോയെ, കരുണയോടുകൂടി എന്നെ കാണണമേ എന്ന്, എന്നെ നോക്കണമേ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആത്മാർത്ഥമായിട്ട് സ്തുതിക്കുകയാണ്. അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാഥ കരകൾ മാറ്റണമേ, കരമുയരും നീ നാഥ കരകൾ മാറ്റണമേ, കരളലിയണമേ നാഥ കനിവു തോന്നണമേ, കരമുയരും നീ നാഥ കരകൾ മാറ്റണമേ, കരളലിയണമേ നാഥ കനിവു തോന്നണമേ, കരമുയരും നീ നാഥ കരകൾ മാറ്റണമേ, കരളലിയണമേ നാഥ കനിവു തോന്നണമേ, കരമുയരും നീ നാഥ കരകൾ മാറ്റണമേ, കരളലിയണമേ നാഥ കനിവു തോന്നണമേ. ഈശോയെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ അങ്ങ് ഞങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്ന്. ഈശോയെ, ഇന്നേ ദിവസം ഈ ദിവ്യകാരുണ്യത്തിന്റെ മുൻപിലായിരിക്കുമ്പോൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ അങ്ങ് നൽകിയ വലിയ ഒരു സൗഖ്യത്തെക്കുറിച്ച് ഞങ്ങൾ വായിച്ചു കേൾക്കുന്നുണ്ട്. ഈശോയെ, ജെറുസലേമിലേക്ക് അങ്ങ് കടന്നു വരുമ്പോൾ അവിടെയുള്ള ബെത്സയിദ എന്ന് പറയുന്ന ആ കുളക്കടവില് അനേകം വർഷങ്ങളായി തളർവാദ രോഗിയായി കിടന്ന ഒരു വ്യക്തിയെ അങ്ങ് സുഖപ്പെടുത്തുന്നുണ്ട്. ഈശോയെ, അങ്ങ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ എല്ലാവിധ പ്രതീക്ഷകളും നശിച്ച് 38 വർഷക്കാലം തളർവാദ രോഗവുമായിട്ട് അദ്ദേഹം ജീവിക്കുകയായിരുന്നു. ഈശോ കടന്നു വരുമ്പോൾ ഈശോ ആ വ്യക്തിയെ കാണുന്നുണ്ട്. ഒത്തിരി പേരുണ്ട് അവിടെ, തളർവാദ രോഗികളായിട്ടുള്ളവര്, മുടന്തരായിട്ടുള്ളവര്, പലതരത്തിലുള്ള രോഗാവസ്ഥയിൽ കഴിയുന്നവര്. ഈശോ ഈ 38 വർഷമായിട്ട് തളർവാദ രോഗത്താൽ ക്ലേശിക്കുന്ന ഈ രോഗിയെ കാണുന്നു. ഈശോ അവനെ സുഖപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈശോ അവനോട് ചോദിക്കുന്നുണ്ട്, നീ സുഖപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? ആ തളർവാദ രോഗി സൗഖ്യം എന്ന വാക്ക് അല്ലെങ്കിൽ സുഖപ്പെടുക എന്നുള്ള ചിന്തകൾ പോലും അവസാനിച്ച നിമിഷങ്ങളാണ്. വർഷങ്ങളായിട്ട് സൗഖ്യം പ്രതീക്ഷിച്ച് ആ കുളക്കടവിലായിരുന്നു. ഒരിക്കൽ പോലും തന്നെ മാലാഖ വെള്ളമിളക്കുമ്പോൾ ആ വെള്ളത്തിലേക്ക് ഇറങ്ങുവാനായിട്ട് ആരും സഹായിക്കാതെ നിസ്സഹായനായി അദ്ദേഹം ആ കുളക്കടവില് 38 വർഷം ചിലവഴിച്ചു. ഈശോ അവനെ കാണുന്നു, അവന്റെ വേദന മനസ്സിലാക്കുന്നു, അവനോട് ചോദിക്കുകയാണ്, നീ സുഖപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നുവോ എന്ന്. ഈശോയെ,
ഈ ഒരു ചോദ്യം ഞങ്ങളുടെയും ജീവിതത്തിൽ കേൾക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങളെ സൗഖ്യപ്പെടുത്തുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഖ്യമായിട്ട് അങ്ങ് കടന്നു വരുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ബന്ധുമിത്രാദികളുടെ ജീവിതത്തിലേക്ക്, സഹോദരങ്ങളുടെ ജീവിതത്തിലേക്ക്, മാതാപിതാക്കളുടെ ജീവിതത്തിലേക്ക് അങ്ങ് സൗഖ്യമായിട്ട് കടന്നു വരണമേ. പ്രതീക്ഷകളെല്ലാം നശിച്ച നിമിഷങ്ങള് ഇനി ഒരിക്കലും സൗഖ്യം ലഭിക്കുകയില്ല, അല്ലെങ്കിൽ എൻ്റെ വേദനകളിൽ നിന്ന് എനിക്ക് മുക്തി ലഭിക്കുകയില്ല എന്നുള്ള ചിന്തയിൽ കഴിയുന്ന ഒത്തിരി പേരുണ്ട്. ഈശോയെ, അവരിലേക്ക് സൗഖ്യമായി അങ്ങ് കടന്നു വരണമേ. ഈശോയെ, അങ്ങ് ജനിക്കുന്നതിന് മുൻപേ രോഗിയായി ആ കുളക്കടവിലേക്ക് വന്ന തളർവാദ രോഗി, എന്നിട്ടും ഈശോ അവൻ്റെ ദുഃഖം കാണുന്നു, അവനെ സൗഖ്യപ്പെടുത്തുവാനായിട്ട് തയ്യാറാകുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങളിലേക്ക് ഇതുപോലെ കടന്നു വരണമേ. ഞങ്ങളുടെ പ്രതീക്ഷകൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൗഖ്യദായകനായി ജീവിതത്തിന് പ്രതീക്ഷ നൽകുന്ന ഈശോയുടെ സ്വരം കേൾക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തൊട്ടു സുഖപ്പെടുത്തുന്ന അങ്ങയുടെ സൗഖ്യം ലഭിക്കുവാനായിട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഈ ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്നവരും രോഗാവസ്ഥയിലായിരിക്കുന്നവരും പലപ്പോഴും നിരാശയിലേക്ക് നിബന്ധിക്കുന്ന നിമിഷങ്ങളുണ്ട്. ഇനി ഒരിക്കലും തനിക്ക് സൗഖ്യം ലഭിക്കുകയില്ല, അല്ലെങ്കിൽ തൻ്റെ മാതാവും പിതാവും സഹോദരങ്ങളും ഇനി ഒരിക്കലും ഈ രോഗാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുകയില്ല എന്നുള്ള ചിന്തയിൽ ആകുലരായി വേദനയിൽ കഴിയുന്ന ഒത്തിരി മക്കളുണ്ട്. എല്ലാവരെയും അങ്ങ് സുഖപ്പെടുത്തണമേ. അവരുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷയായിട്ട് അങ്ങ് കടന്നു വരണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ആ രോഗിയോട് ഈശോ ചോദിക്കുകയാണ്, നീ സുഖപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന്. എന്നാൽ ആ തളർവാദ രോഗിയുടെ മറുപടി മറ്റൊന്നായിരുന്നു. വെള്ളമിളകുമ്പോൾ തന്നെ സഹായിക്കുവാനായിട്ട്, ആ വെള്ളത്തിലേക്ക് ഇറങ്ങുവാനായിട്ട് സഹായിക്കുവാനായിട്ട് ആരും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള മറുപടിയാണ് അദ്ദേഹം നൽകുക. തൻ്റെ കൂടെയുള്ള, അല്ലെങ്കിൽ തന്നെ സഹായിക്കാൻ സാധിക്കുന്ന ആരും കഴിഞ്ഞ ഒത്തിരി വർഷങ്ങളായിട്ട് തന്നെ സഹായിക്കുവാനായിട്ട് തയ്യാറായില്ല. ആ പരിവേദനയാണ്, ദുഃഖമാണ് അദ്ദേഹം ഈശോയോട് പങ്കുവയ്ക്കുക. മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെട്ടു എന്നുള്ള തോന്നൽ, തന്നെ രക്ഷിക്കുവാനായിട്ട് ആരുമില്ല എന്നുള്ള തോന്നൽ, എല്ലാവരും തന്നെ കൈയൊഴിഞ്ഞു, ഇനി തന്നെ രക്ഷിക്കുവാനായിട്ട് ആരുമില്ല, എല്ലാ പ്രതീക്ഷയും അവസാനിച്ചു. അവിടെയാണ് ഈശോ സ്നേഹം കൊണ്ട്, സ്നേഹത്താൽ അവനോട് ചോദിക്കുക, നീ സുഖപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നുവോ എന്ന്. ഈശോ അവിടെ സൗഖ്യമായിട്ട് കടന്നു വരികയാണ്, അവന് സൗഖ്യം നൽകുകയാണ്. ഈശോയെ, ഈ തളർവാദ രോഗിയെ പോലെ പലരും ഞങ്ങൾ ചെയ്യാൻ മറന്നുപോയ നന്മയോർത്ത് ദുഃഖിക്കുന്നുണ്ടാകും. മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട് ലഭിച്ച അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയപ്പോൾ ചിലരുടെയെല്ലാം ജീവിതത്തിലേക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങളും സൗഖ്യവും നന്മയുമാണ് നഷ്ടപ്പെട്ടു പോയത്. ഈശോയെ, ഞങ്ങളുടെ സ്വാർത്ഥത മൂലം, ഞങ്ങളുടെ സഹോദരനോടുള്ള ഞങ്ങളുടെ വെറുപ്പ് മൂലം, സഹോദരങ്ങളോട് ഞങ്ങൾ കാണിക്കേണ്ട കരുണ മറന്നുപോയ നിമിഷങ്ങൾ, ഇതെല്ലാം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ നഷ്ടമായി പോയിട്ടുണ്ടാകാം. അവരുടെ ജീവിതത്തിലേക്ക് ദുഃഖങ്ങളായിരിക്കാൻ നൽകിയിട്ടുണ്ടാകുക. തൻ്റെ സഹോദരനോട് വെറുപ്പോടുകൂടി മനസ്സിൽ വിദ്വേഷം വെച്ച് പുലർത്തുന്ന സഹോദരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കുടുംബാംഗങ്ങൾക്കും മറ്റുള്ളവർക്കും നമ്മൾ നൽകേണ്ട നന്മയും സന്തോഷവും നൽകാതെ പോവുകയാണ്. ഈശോയെ, ഞങ്ങൾ ചെയ്യേണ്ട നല്ല പ്രവൃത്തികൾ ചെയ്യാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് ആത്മാർത്ഥമായിട്ട് മനസ്തപിക്കുകയാണ്. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന കരുണ മറ്റുള്ളവർക്ക് നൽകുവാനായിട്ട്
ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അതിനുവേണ്ടി ഒരു നല്ല ഹൃദയം നൽകണമേ. എല്ലാവരെയും കരുണയോടുകൂടി കാണുവാനായിട്ട്, എല്ലാവരോടും സ്നേഹത്തോടുകൂടി പെരുമാറുവാനായിട്ട്, സഹായിക്കുവാനായിട്ട് ലഭിക്കുന്ന ഓരോ നിമിഷവും ഉപയോഗപ്പെടുത്തുവാനായിട്ട്, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരേണ്ട നിമിഷങ്ങളെ പൂർണ്ണമായും ദൈവസ്നേഹത്താൽ അനുഗ്രഹപ്രദമാക്കി തീർക്കുവാനായിട്ട് ഈശോയെ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈ നോമ്പുകാലം ദൈവത്തെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ സഹോദരനെ സ്നേഹിക്കുവാനായിട്ട്, സഹോദരന്റെ ആവശ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് ഈശോയെ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തെ നിർമ്മലമാക്കണമേ. സ്വാർത്ഥത വെടിഞ്ഞ് സഹോദര സ്നേഹത്തിൽ ജീവിക്കുവാനായിട്ട്, ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ തന്നെ സഹോദരനെ സ്നേഹിക്കുവാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ. എൻ്റെ ഹൃദയത്തെ അതിനു വേണ്ടിയിട്ട് രൂപീകരിക്കണമേ. നമുക്കെല്ലാവർക്കും ഈശോയോട് മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. ലഭിച്ച നല്ല അവസരങ്ങളെ, നന്മ ചെയ്യേണ്ട അവസരങ്ങളെ നഷ്ടപ്പെടുത്തിയതിനോർത്ത് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് മാപ്പപേക്ഷിക്കാം. അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ കരുണ ലഭിക്കുവാനായിട്ട് എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും ഈ ലോകം മുഴുവനും രോഗികളായി കഴിയുന്ന എല്ലാ വ്യക്തികൾക്കും, പ്രതീക്ഷ നഷ്ടപ്പെട്ട എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് പ്രതീക്ഷയായി സൗഖ്യമായി അങ്ങ് കടന്നു വരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ ഹൃദയവും മനസ്സും അങ്ങേക്ക് നൽകുന്നു. വിശുദ്ധമാക്കി തീർക്കുവാനായിട്ട്, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായിട്ട്, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പ്രകാശമായി തീരുവാനായിട്ട്, സൗഖ്യമായി തീരുവാനായിട്ട്, സഹായമായി തീരുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിക്കാം. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഈശോയെ സൗഖ്യപ്പെടുത്തണമേ, ഈശോയെ കരുണ കാണിക്കണമേ. ഈശോയെ എന്നെ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ആ തളർവാദ രോഗിയോട് അങ്ങ് കാണിച്ച് കരുണ എന്നോടും എൻ്റെ കുടുംബത്തോടും എൻ്റെ സഹോദരങ്ങളോടും കാണിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവെ തൊട്ട് സുഖപ്പെടുത്തണമേ, അങ്ങയുടെ കരുണയ്ക്ക് ഞാൻ പാത്രമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമമെന്റെ ആശ്രയം, ആശയറ്റ നേരമെന്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എന്റെ വേദനകൾ സൗഖ്യമാക്കണേ. ചേർന്ന് പാടാം. യേശുനാമമെന്റെ ആശ്രയം, ആശയറ്റ നേരമെന്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എന്റെ വേദനകൾ സൗഖ്യമാക്കണേ. ബെസെയ്ദാ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എന്റെ മോചകാ. ബെസെയ്ദാ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എന്റെ മോചകാ. വൈകല്ലേ എന്റെ മോചകാ. ഈശോയെ വൈകരുത്, അങ്ങ് കടന്നു വരണം, എന്നെ സുഖപ്പെടുത്തണം, എൻ്റെ കുടുംബാംഗങ്ങളെ സുഖപ്പെടുത്തണം, ഈ ലോകം മുഴുവനോടും കരുണ കാണിക്കണം. ഈശോയെ, ആ തളർവാദ രോഗിയെ പോലെ ഞാനും അങ്ങയെ പ്രതീക്ഷിച്ച് അങ്ങയെ കാത്തിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലേക്ക്, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരുന്നത് കാണുവാനായിട്ട്. എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലാ എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ ഒരുവൻ. എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലാ എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ ഒരുവൻ. അത് യേശുവായിരുന്നു, എൻ്റെ രക്ഷയായിരുന്നു. അവൻ എൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. അത് യേശുവായിരുന്നു, എൻ്റെ ശക്തിയായിരുന്നു. അവൻ എൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. ബെസെയ്ദാ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എന്റെ മോചകാ. ബെസെയ്ദാ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ
എന്റെ മോചകാ വൈകല്ലേ, എന്റെ മോചകാ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന യേശുവേ, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, പാപമോചനം നൽകുന്ന ദൈവമേ, സൗഖ്യം നൽകുന്ന ഈശോയെ, അങ്ങ് തളർവാദ രോഗിയെ സൗഖ്യപ്പെടുന്നത് പോലെ എന്നെയും സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതോടൊപ്പം തന്നെ എന്റെ ജീവിതത്തിലേക്കും കുടുംബാംഗങ്ങളുടെ ജീവിതത്തിലേക്കും സഹോദരങ്ങളുടെ ജീവിതത്തിലേക്കും വേണ്ട എല്ലാ കൃപയ്ക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങ് ആ രോഗിയോട് ചോദിച്ചതുപോലെ സൗഖ്യപ്പെടുവാനായിട്ട് നീ ആഗ്രഹിക്കുന്നുവോ? ആ തളർവാദ രോഗിക്ക് ഈശോയോട് പറയുവാനായിട്ടുണ്ടായത് തന്നെ സൗഖ്യപ്പെടുത്തുവാനായിട്ട്, തന്നെ സഹായിക്കുവാനായിട്ട്, തന്നെ സൗഖ്യപ്പെടുത്തുവാനായിട്ട് ദൈവം മാലാഖയെ അയക്കുമ്പോൾ തന്നെ സഹായിക്കുവാനായിട്ട് ആരും തയ്യാറാകാതിരുന്ന ആ വേദനയാണ്. തൻ്റെ ജീവിതം സംഭവിച്ച വിധിക്കെതിരെ അവനൊന്നും പറയുന്നില്ല. ദൈവം അവനെ സൗഖ്യപ്പെടുത്താത്തതിൽ 38 വർഷം തളർവാദ രോഗിയായി തീർന്നതിലൊന്നും അവന് ദുഃഖമില്ല. മറിച്ച് തൻ്റെ സഹോദരങ്ങൾ, തന്നെ സഹായിക്കാൻ സാധിക്കുന്ന വ്യക്തികൾ സഹായമായിട്ട് വരാത്തതിലുള്ള വലിയ നിരാശയും സങ്കടവും അവൻ പങ്കുവയ്ക്കുന്നുണ്ട്. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കേണ്ട നന്മകൾ പലപ്പോഴും അറിഞ്ഞുകൊണ്ട് അവഗണിച്ചിട്ടുണ്ട്. അതിനെ ഓർത്ത് മനസ്തപിക്കുന്നു. ഈശോയെ, സഹോദരങ്ങളോട് സ്നേഹത്തോടു കൂടിയിട്ട് പെരുമാറേണ്ട ഞങ്ങൾ അവരോട് കോപിക്കുകയും വൈരാഗ്യ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്ത നിമിഷങ്ങളെ ഓർത്ത് ആത്മാർത്ഥമായിട്ട് മാപ്പപേക്ഷിക്കുകയാണ്. ഈശോയെ, ഈ നോമ്പ് കാലത്തിൽ നല്ല ചിന്തകൾ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. സഹോദരനോട് സ്നേഹം പ്രകടിപ്പിക്കുവാനായിട്ട്, അവൻ്റെ തെറ്റുകൾ ക്ഷമിക്കുവാനായിട്ട്, അവന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാനായിട്ട് ഈശോയെ നല്ലൊരു ഹൃദയം എനിക്ക് നൽകണമേ. അങ്ങ് സൗഖ്യപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളിലേക്ക് സൗഖ്യമായും, അങ്ങ് സഹായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളിലേക്ക് സഹായമായും കടന്നു ചെല്ലുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കരങ്ങൾ ഉയർത്തി അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുന്നു. ഈ ഒരു മണിക്കൂർ അങ്ങയോടൊപ്പം ആയിരിക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ വലിയ കൃപയോർത്ത് നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായി സൗഖ്യമായി കടന്നു വരട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈശോയെ, ഞങ്ങളെയും തൊട്ട് സുഖപ്പെടുത്തണമേ, ഞങ്ങളുടെയും പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.